കർത്താവായ ദൈവമേ, നടുവേദനക്കാരെ അങ്ങ് സ്പർശിക്കണമേ. പതകവേദനക്കാരെ, ശ്വാസം മുട്ടുള്ളവരെ, നീരുവീഴ്ചയുള്ളവരെ, വെരിക്കോസിന് അസുഖമുള്ളവരെ, തൈറോയിഡ് രോഗികളെ, ടോൺസിലൈറ്റിസ് രോഗികളെ ഈശോയെ അങ്ങ് സ്പർശിക്കണമേ. യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ അടിമുടി ഓരോ വ്യക്തികളും അപരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന്. കർത്താവായ ദൈവമേ, വൈവാഹിക തടസ്സങ്ങള്, മക്കളില്ലാത്ത പരാധീനതകള്, മുടി കുഴിഞ്ഞു പോകുന്നവര്, അസ്ഥിക്ക് ബലമില്ലാത്തവര്, അസ്ഥി ഉരുക്കമുള്ളവര്, മക്കളില്ലാത്തവര്, ഗർഭാശയത്തിൽ മുഴയുള്ളവര്, ക്യാൻസർ രോഗികള്, HIV പോസിറ്റീവ് ആയിട്ടുള്ളവര്, യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. അറിയിപ്പുകള്. നേർച്ച വസ്തുക്കൾ കയ്യിലെടുക്കുക മക്കളെ. പത്രം വാങ്ങിച്ചിട്ട് പത്രത്തിൻ്റെ മേൽ നേർച്ച വസ്തുക്കൾ വെച്ചുകൊണ്ട് വെഞ്ചരിപ്പ് മേടിക്കുക. ഇരിക്കണ്ട, എഴുന്നേക്ക്. അപ്പം ഞാൻ പറഞ്ഞ സത്യമാണല്ലേ, നടുവൊന്നിനുമില്ല. നിങ്ങളെ സാക്ഷ്യങ്ങൾ കേട്ടില്ലേ? ഈ മാസം ഇത് 3ാമത്തെ സാക്ഷ്യമാണ്. ഈ മാസം 62 സാക്ഷ്യങ്ങളാണ് പറയപ്പെട്ടിരിക്കുന്നത്. പണ്ട് 21 സാക്ഷ്യങ്ങളിലേക്ക് കൂടെയാണ് ഇത്രയും സാക്ഷ്യങ്ങൾ വളർന്നിരിക്കുന്നത്. അത് സാക്ഷ്യങ്ങളുടെ ക്വാളിറ്റിയും വർദ്ധിച്ചു. നല്ല A ക്ലാസ് സാക്ഷ്യങ്ങൾ വരാൻ തുടങ്ങി. മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടൽ അനൗൺസ് ചെയ്തതോടുകൂടി അമ്മ മാതാവ് അതിനോട് അഭിനിറ്റി കാണിക്കുന്ന രീതിയിലാണ് അടയാളങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഉറപ്പാണ്, നിങ്ങളെ ഉടമ്പടിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉടമ്പടിക്കാർ 4 കാര്യങ്ങളാണ് ഉടമ്പടിയിലുള്ളത്. ചില ആൾക്കാർ പോഴങ്കൽ കളിക്കുന്നുണ്ട് ഉടമ്പടി വെച്ച്, അത് വിളിക്കാൻ തക്കണ പാണ്ടാവും. ഉടമ്പടി 4 കാര്യങ്ങളും നമുക്ക് ദൈവത്തോട് ആവശ്യപ്പെടാം. കൃപാസനം എന്ന് വെച്ചാൽ ഉടമ്പടി ധ്യാനകേന്ദ്രമാണ്. ഇനി ആരെങ്കിലും അച്ഛനോട് വന്ന് ചോദിച്ചാൽ ഞാൻ ഉടനെ ചോദിക്കുന്നത് ഉടമ്പടി ചെയ്താന്ന് ചോദിക്കത്തുള്ളൂ, വേറെ ഒന്നും ചോദിക്കണില്ല. എന്താ കാര്യം? അങ്ങനെയാണ് മാതാവ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ വെള്ള പേപ്പറിൽ എഴുതി 4 കാര്യങ്ങൾ നമുക്ക് മാതാവിന് സമർപ്പിക്കാം. കാര്യം എന്താ ഞാൻ ഇങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി ചെയ്തവർ ചില ആൾക്കാർ തെറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കൃത്യമായിട്ട് പറയണത്. തന്നെയല്ല, എല്ലാവരെയും ഇവിടെ അച്ഛനോട് പറയാതെ ഒത്തിരി പേർക്ക് വന്ന് ഉടമ്പടി ചെയ്യേണ്ട അവസ്ഥ ഉണ്ട്. കാര്യം 7 മണി കഴിഞ്ഞാൽ 7:30 കഴിഞ്ഞാൽ പിന്നെ അച്ഛനാരും എടുക്കത്തില്ല. 7:30 ആകുമ്പോൾ തന്നെ 60 പേരാകും. ഞാൻ എന്ത് ചെയ്യാന്? പക്ഷെ അവർ സുന്ദരമായി വന്ന് ഇവിടെ നല്ല കൗൺസിലേഴ്സ് ഉണ്ട്, അവർ സുന്ദരമായി വന്ന് ഇവിടെ ഉടമ്പടി ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും അവരുടെയും ധൃതിയിൽ ചില കാര്യങ്ങൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ തന്നെ വന്നിരുന്നാലും എനിക്ക് വിട്ടുപോകും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പൊതുവായിട്ട് പറയണത്. അതായത് വെള്ള പേപ്പറെ കാണുമ്പോൾ 4 കാര്യങ്ങൾ വരെ ഉണ്ടാക്കിയെടുക്കരുത്. 4 കാര്യങ്ങൾ 4 കാര്യങ്ങൾ വരെ നമുക്ക് അവിടെ എഴുതാം. ദൈവതിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയായിട്ട് അതിൻ്റെ മേൽ ഗ്യാരണ്ടി ഉണ്ട്. കാര്യം നമ്മളെന്താ, അമ്മ മാതാവിൻ്റെ പേരിലാണ് ആ ഉടമ്പടി ചെയ്യണത്. അമ്മ മാതാവിൻ്റെ പേരിലേ. അപ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യണം. അതാണ് ആ പച്ചപ്പേപ്പർ. നിങ്ങളുടെ കയ്യിരിക്കുന്ന പച്ചപ്പേപ്പർ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കണം, നല്ലതാ. അല്ല മറന്നു പോകും നിങ്ങൾ എന്താണ് എഴുതി വെച്ചിരിക്കണമെന്നറിയാം. 4 കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതിൽ എന്താ ഉള്ളത്? അടുത്ത ഒക്ടോബർ വരെയാണ് ഉടമ്പടി.
ചില ആൾക്കാർ പറയും ഞങ്ങൾ 3 പ്രാർത്ഥന കഴിഞ്ഞല്ല എന്ന് പറയും. 3 പ്രാർത്ഥന കഴിഞ്ഞ് അത് നിങ്ങൾക്ക് പ്രാർത്ഥനാപരമായിട്ട് അച്ഛനെ കാണാൻ വേണ്ടിയാണ് ആ സാധനം. അച്ഛനെ കാണുന്നെങ്കിൽ 3 പ്രാർത്ഥനയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഉടമ്പടി ചെയ്തിരിക്കുന്നത് ഒക്ടോബർ ടു ഒക്ടോബറാണ്, അടുത്ത ഒക്ടോബറാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതെല്ലാം പുതുക്കേണ്ട സമയമാണത്. പുതിയ ഉടമ്പടി പുസ്തകത്തിലുണ്ട്, എല്ലാ 3 മാസം കൂടുമ്പോൾ ഉടമ്പടി പുതുക്കണം. ഉടമ്പടി പുതുക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ഫെർവൻസ് നഷ്ടപ്പെടും. ഇന്നൊരു ചേട്ടത്തി ഇവിടെ വന്ന് അവർ പറഞ്ഞത് മകളും മരുമകനും തമ്മിൽ അടിയുണ്ടായെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഉടമ്പടി ചെയ്തതല്ലേ? ഉടമ്പടി ചെയ്തതാണ്, പക്ഷേ 3-4 മാസമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ അമ്മനെയും നോക്കിക്കൊണ്ട് ചേട്ടത്തിയുടെ വീട്ടിലായിരുന്നെന്ന്. അങ്ങനെയൊക്കെ തോന്നിവാസം ചെയ്ത് കഴിഞ്ഞാൽ പണിയാവും അത്. കാര്യം ഇത് നൊവേനയല്ല, ഉടമ്പടിയാ. ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളെ ക്രമീകരിച്ചിട്ട് മാത്രമേ ഈ മണ്ണി ചവിട്ടാൻ പാടുള്ളൂ പറഞ്ഞിനി. അവർ വിചാരിച്ചത് പോഴങ്കളിക്ക് വന്ന് അങ്ങനെ ചില ആൾക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വിളക്കാൻ തേക്കണത് പാണ്ടായിട്ടുണ്ടാവും. അപ്പം അത് എത്രയും വേഗം കുമ്പസാരിച്ച് ഉടമ്പടി കൊണ്ടുവന്ന് പുതുക്കി 2ാമത് പ്രാർത്ഥന തുടങ്ങണം. അപ്പോൾ മുമ്പത്തേക്കാളും മോശമായി. ഇപ്പം ഞാനെല്ലാം കറക്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് അവരെ. എന്ത് ചെയ്യണം മെസ്സേജ് എടുത്ത് തന്നെ അവരെ വിട്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ 4 കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളിൽ 3 എന്താ? 3 പാപങ്ങൾ ഉപേക്ഷിക്കുകയാണ്. നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്ന പാപങ്ങൾ 3 ദൈവത്തിനുസരി സത്യസന്ധമായിട്ട് ഉപേക്ഷിക്കണം. ഏഷണിയായാലും പരദൂഷണമായാലും. അത് ഞാൻ അവരെ വരുമ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഏത് 3 പാപം ഉപേക്ഷിക്കാൻ പറഞ്ഞായിരുന്നല്ല, ഏത് പാപം ഉപേക്ഷിച്ചത്? കൊള്ളത് ചില മരിക്കാൻ പോണ രോഗികൾ പറയണ പോലെ അത് കേൾക്കുമ്പോൾ തന്നെ അപ്പം നമുക്ക് സൈത്ത് വായിത്തേക്കാൻ തോന്നിപ്പോകും. അല്ലെ പിന്നെ അതിൻ്റെ അർത്ഥം ആ 3 പാപങ്ങളെ ഓർക്കാതെ കൊണ്ടുവന്ന് പെട്ടിയിട്ടിരിക്കണതിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾ ആ 3 പാപം ടിക്ക് ചെയ്തത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാച്ചിട്ട് നോക്കണം, അത് ആവർത്തിക്കാൻ പാടില്ല. ഇതൊക്കെ സിമ്പിളാണ്. അതായത് നിങ്ങൾക്ക് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത പാപങ്ങൾ ഉടമ്പടിക്ക് ടിക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഉടമ്പടിക്ക് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ടിക്ക് ചെയ്യേണ്ടത്. ചെയ്യാൻ പാടില്ലാത്ത കാര്യം ടിക്ക് ചെയ്ത് വെച്ചും പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഉടമ്പടി പുതുക്കുമ്പോൾ നിങ്ങളത് പറയണം, ഇത് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, എൻ്റെ സ്വഭാവത്തിൻ്റെ ശീല ഇങ്ങനെ തുടരുകയാണ്, അതുകൊണ്ട് എനിക്ക് പാപം മാറ്റി തരണം, ഞാൻ ഇത് ചെയ്തോളാമെന്ന്. അപ്പം സിമ്പിളല്ലേ അത്? ആരെയും മാനസികമായി പീഡിപ്പിക്കാനല്ല, വിശുദ്ധിക്ക് വേണ്ടിയുള്ള വിളിയോട് എനിക്ക് സന്മനസ്സുണ്ട് ദൈവമേ എന്ന് കാണിക്കാൻ വേണ്ടിയാണത്. വിശുദ്ധിക്ക് വേണ്ടിയുള്ള വിളിയോട് എനിക്ക് സന്മനസ്സുണ്ടെന്ന്, അത്രയേ ഉള്ളൂ കാര്യം. 3 പാപങ്ങൾ ഉപേക്ഷിക്കുക സിമ്പിളാണ്. അത് നിങ്ങളായിട്ട് ചിന്തിച്ച് കോംപ്ലിക്കേറ്റ് ആക്കാതിരുന്നാൽ മതി. ഈ പാപം ഉപേക്ഷിക്കാൻ എങ്ങനെ നമുക്ക് പറ്റത്തില്ല, അങ്ങനെ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും പറ്റും. ഇത് മനസ്സുണ്ടായ സിമ്പിളാണ് കാര്യം. കുറേ പാപങ്ങളുണ്ട്, ലളിതമായ പാപങ്ങളുണ്ട്, നിങ്ങളത് 3 ഉപേക്ഷിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഉപവാസം, അത് ബുധനാഴ്ച ശനിയാഴ്ച ഒരു നേരമാ. ബുധനാഴ്ച ശനിയാഴ്ചയോ ഒരു നേരം ഉപവസിച്ചാൽ മതി. പിന്നെ 3 പ്രാർത്ഥന കൂടുന്നത് അതൊരു മാസം തന്നെ കൂടാൻ പറ്റും. 1-ാം ചൊവ്വാഴ്ച കൂടാം. ഇപ്പോഴത്തെ നിയമത്തിൽ 3-ാം ചൊവ്വാഴ്ച കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാര്യം 1-ാം ചൊവ്വാഴ്ച ദമ്പതി കൂട്ടായ്മ ഇവിടെ മുഴുവൻ ഫില്ലാണ് ആൾക്കാർ. അപ്പോൾ ആൾക്കാരെ ഇപ്പം ഇവിടെ ഇന്നത്തെ ആണെങ്കിൽ അധികം ആൾക്കാർ ഇത് അതുപോലെ തിരക്കില്ല. ആ തിരക്കൊഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിന് വേണ്ടി 3-ാം ചൊവ്വാഴ്ചയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉടമ്പടിക്ക്. പക്ഷേ 3-ാം ചൊവ്വാഴ്ച വരണത് 1-ാം ചൊവ്വാഴ്ചയോ 1-ാം ഞായറാഴ്ചയോ വരാൻ പറ്റാതിരുന്ന ആൾക്കാർക്ക് വേണ്ടി ഉദ്ദേശിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് 3 പ്രാർത്ഥന തേക്കാനുള്ള അവസരവും ഇതിനകത്തുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെ ക്രമീകരിക്കുക. പിന്നെ വരുന്നത് എന്താണ്? ഇപ്പോൾ 3 കാര്യങ്ങൾ, ഉടമ്പടിയുടെ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? 4 കാര്യങ്ങൾ. 3 പാപം ഉപേക്ഷിക്കുക, 3 ഉപവാസം, പിന്നെ 3 പ്രാർത്ഥന. പിന്നെ എന്താ പറയണത്? ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രേക്ഷിത പ്രവർത്തനമാണ്. കൃപാസനം പത്രം മാതാവ് ദൈവത്തിൻ്റെ കൈയാക്കി മാറ്റിയിരിക്കുന്ന കാരണം പത്രത്തെ പൊതിഞ്ഞു കിടക്കുന്നവരും ചുറ്റിവെക്കുന്നവരും ഒക്കെ ദൈവം തൊടുകയാണ്.
അതുകൊണ്ട് അത് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം. ഈ ആഴ്ച 2 മുസ്ലിംസ് വന്ന് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ഒരു ഓർത്തഡോക്സ് വൈദികൻ വന്ന് മകനോടുകൂടി ഉടമ്പടി ചെയ്തിട്ടുണ്ട്. പല സിസ്റ്റേഴ്സ് വന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉടമ്പടി ഇങ്ങനെ കർത്താവ് അത് ഏറ്റെടുത്തിട്ട് അനേക ജനതകൾക്ക് ആശ്വാസമാക്കി അതിനെ മാറ്റുകയും. അപ്പം അങ്ങനെ വരുമ്പോഴേ നമ്മൾ ചെയ്യേണ്ടത് ആ പത്രം വാങ്ങിച്ച് ജനതകൾക്ക് കൊടുക്കണം. ഏറ്റവും വലിയ കൃപാസനത്തിലെ നേർച്ച എന്താ? പത്രമാണ്. അർത്തങ്കപ്പള്ളിയിൽ നേർച്ച 50 ബില്യമാണ്. കൃപാസനത്തിലെ നേർച്ച പത്രമാണ്. അപ്പം കൃപാസനത്തിൽ വരുന്ന എല്ലാവരും ആ നേർച്ച നിറവേറ്റണം. പത്രം വാങ്ങിച്ചിട്ട് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. അത് സത്യമാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ദൈവം അതിൻ്റെ മേൽ കൈവെപ്പ് വെച്ചിട്ട് പത്രത്തെ തൊടുമ്പൊക്കെ സുഖപ്പെടണത്. ഞാൻ തന്നെ അങ്ങനെ അന്താളിച്ചു പോകുന്നു. എല്ലാ സാക്ഷ്യങ്ങളിലും പത്രം ഒരു വലിയൊരു ദൈവസന്നിധാനമായി മാറുകയാണ്. അപ്പോൾ പത്രത്തിലൂടെ ജനങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ പത്രം കൊടുക്കുന്നവരെ ദൈവം എന്തുമാത്രം അനുഗ്രഹിക്കത്തില്ല. പത്രത്തിലൂടെ കർത്താവിനെ അറിയാത്തവരെ പോലും ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ പത്രം വാങ്ങിച്ചു കൊടുക്കുന്നവരെ എന്തുമാത്രം അനുഗ്രഹിക്കത്തില്ല. അതുകൊണ്ട് അച്ഛൻ്റെ എല്ലാ കൗൺസിലിങ്ങിലും പത്രത്തിൻ്റെ ചീട്ട് വെച്ചാണ് കൗൺസിൽ ചെയ്യണത്. കാര്യം പ്രേക്ഷിതരെയാണ് ഞാൻ കൗൺസിൽ ചെയ്യണത്. പത്രം വാങ്ങിച്ചു കൊടുക്കുന്നവർ പ്രേക്ഷിതരാണല്ലോ കർത്താവിൻ്റെ. അതുകൊണ്ട് ആദ്യ ചൊവ്വാഴ്ചയെല്ലാം ചീട്ടുംപടിയേ ചെയ്യത്തുള്ളൂ. അത് ചീട്ട് മറന്നുപോയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചീട്ട് വാങ്ങിക്കാത്തവർ ചീട്ട് മറന്നുപോയെന്ന് കള്ളത്തരം പറയാറില്ല. അതുകൊണ്ട് അതൊന്നും കേൾക്കത്തില്ല. അയ്യോ ചീട്ട് പത്രം മേടിച്ചാണ് വെച്ചാൽ ചീട്ട് കയ്യിൽ നിന്ന് പോയി എന്നൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല. ചീട്ട് കാണണം. കാര്യം പത്രം മേടിക്കാത്തതിനും വന്ന് അതേ നമ്പർ ഇറക്കുകയെ അത്യാവശ്യം അച്ഛനെ കാണാൻ വേണ്ടി. അപ്പം അതൊന്ന്, അതായത് ചെയ്യണ കാര്യങ്ങൾക്ക് ദൈവത്തിന് ആളെക്കൊണ്ടുകൊണ്ട് പ്രയോജനം ഉണ്ടാകണം. അച്ഛനെ വെച്ച കൃപാസനത്തെ വെച്ചുകൊണ്ട് അവരുടെ സ്വന്തം ഭൗതിക നേട്ടങ്ങൾക്ക് ദുർവിനിയോഗിക്കുന്നത് വന്നത് ആധ്യാത്മിക ശൈത്യം ഉണ്ടാക്കും. ആരും ഇവിടെ വെറുതെ വേസ്റ്റ് ഓഫ് ടൈമാണ്. അതുകൊണ്ട് എല്ലാവരും പ്രേക്ഷിതരായി മാറണം. എന്നെ വഴി കർത്താവിനൊരു 100 പേരെ അറിയണം. ഞാൻ വഴി അത് ഏറ്റവും എളുപ്പമാണ് ഈ പത്രം. കാര്യം പത്രം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതിന് ഏറ്റവും എളുപ്പമാർഗ്ഗം പത്രമെന്ന് പറയാൻ വേണ്ടിയാണ് കർത്താവ് സാക്ഷ്യത്തിലൂടെ അനേകം മക്കളെ കൊണ്ട് പത്രത്തെ കൊണ്ട് കിട്ടിയ സാക്ഷ്യങ്ങൾ പറയണതിൻ്റെ കാര്യം എന്താ? നീ കൊടുക്കണ പത്രത്തിലൂടെ എത്രയോ പേര് കർത്താവിനെ അറിയാനിരിക്കുന്നു. അവർ കർത്താവിനെ അറിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ അനുഗ്രഹം നിനക്കല്ലേ. അതുകൊണ്ട് നീ അത് നേർച്ചയായിട്ട് നിറവേറ്റേണ്ട കാര്യങ്ങളാണ്. പത്രത്തിൻ്റെ 25 ചീട്ട് ആണ് ഇപ്പോഴും നല്ല കാലമാണ്. കാര്യം ഏറ്റവും ചെറിയ പത്രത്തിന് 25 കിട്ടും. 25 പത്രം എടുത്താൽ മതി. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മിഷൻ കാർഡെന്ന് പറഞ്ഞ് 500 പത്രത്തിൻ്റെ കാർഡ് ഇറക്കും. അപ്പോൾ അതിനായിരിക്കും 1ാം സ്ഥാനം വരാൻ പോണത്, മിഷൻ കാർഡ്. അപ്പോൾ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു പത്രം പോലും മേടിക്കാൻ കാശില്ലാത്ത, വണ്ടിക്കാശ് പോലും കടം മേടിച്ച് വരുന്ന ആൾക്കാരുണ്ട്. അവരാണ് കൃപാസനത്തിൻ്റെ സ്വന്തമെന്ന് ഞാൻ 26 കൊല്ലം ശുശ്രൂഷ ജനത. അവിടെ കാര്യം ഞാൻ നോക്കും. അതെങ്ങനെയാണെന്നറിയാവോ? എന്നും പറഞ്ഞ് കള്ളികൾ മനഃപൂർവ്വം അതൊരു തായമായിട്ട് എടുക്കരുത്. ചില ആൾക്കാർ അതൊരു വകുപ്പായിട്ട് എടുക്കുക. എനിക്ക് എല്ലാ വകുപ്പുകാരും അറിയാമല്ല, എത്ര കൊല്ലമായി. അങ്ങനെ ഉള്ളവരെ ചിലപ്പോൾ അവർക്ക് എന്നോട് പറഞ്ഞാൽ മതി, അച്ഛാ ഇന്നലെ സംഭവിച്ചത് ഒരു കാര്യമില്ല, ഞാനത് വേണ്ട പോലെ ചെയ്തത്. നിങ്ങളുടെ കാര്യം കണ്ടാൽ പോരെ. കാര്യം ഞാനും വളരെ അടിയന്തരാവസ്ഥയുള്ള കുടുംബത്തിൽ നിന്ന് വളർന്ന് ജനങ്ങളുടെ എന്താണ് അവസ്ഥയെന്ന് എനിക്ക് നല്ല ശരിക്കറിയാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ അത് വിഷമിക്കരുത്. പക്ഷെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്താലുണ്ടാകുന്ന പുണ്യം അനുഗ്രഹത്തെക്കാൾ വലുതാണ്. ഞങ്ങൾക്ക് ഒറ്റ ജ്വരമാണ്. കാര്യം എന്താണ്? ജനങ്ങളെ ഈ അതിൻ്റെ ആ പത്രത്തിലെ ഒരു വരി പോലും കർത്താവ് ചോദിക്കാതെ എഴുതിയിട്ടില്ല. കർത്താവ് രാത്രിയും പകലും ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഒരു 2 വരി 10 വരി എഴുതി വെച്ച് ഇരുന്ന് സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞും ചെല്ലും. അവിടുന്ന് അടുത്ത വരി കിട്ടാൻ വേണ്ടി. അത് കർത്താവിനോട് ചോദിച്ചാണ് ആ എഡിറ്റോറിയൽ എല്ലാം എഴുതുന്നത്. അതുകൊണ്ട് നിങ്ങളത് വായിക്കണം. നിങ്ങൾ കൊടുക്കുക മാത്രമല്ല, നിങ്ങൾ വായിക്കണം. അത് ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള വചനങ്ങൾ നിങ്ങൾ ചിരിയെടുത്ത് കാര്യം മറക്കരുത്. വചനമെല്ലാം ഇൻ്റർലിങ്ക്ഡ് ആണ്. എല്ലാ കാര്യങ്ങളും അടിയന്തരാവസ്ഥകൾക്കുണ്ടാകുന്ന അനുഭവങ്ങളെ എങ്ങനെ ദൈവാനുഭവമാക്കി മാറ്റാൻ പറ്റും എന്നതിൻ്റെ സൂചന സുവിശേഷമായിട്ടാണ് നമ്മളത് നമ്മുടെ അനുഭവങ്ങളെ കാണേണ്ടത്. അതാണ് ഇന്ന് പങ്കുവെച്ചത്. അപ്പം ഇതൊരു നേർച്ചയായിട്ട് എടുത്ത് കത്തോലിക്കരേക്കാൾ കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന
ഓർത്തഡോക്സുകാരൻ ഒരു 1500 പത്രം വെച്ച് ഒരു കോലഞ്ചേരിയിലുള്ള സഹോദരൻ എല്ലാ മാസവും എടുക്കും. 1500 പത്രം പിന്നെ റെഡി ക്യാഷ് കൊടുത്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കോലഞ്ചേരി, എറണാകുളം, ആ കടൽമറ്റം, ആ സ്ഥലങ്ങളിലെല്ലാം തൊട്ട് മൂവാറ്റുപുഴ വരെ ആ മനുഷ്യൻ വിതരണം ചെയ്യുകയാണ്. സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി വന്ന് പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് പത്രം എടുത്തുകൊണ്ട് പോയി വിതരണം ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്താ? അത്തരം പ്രേക്ഷിതരെ ഉള്ളപ്പോൾ എനിക്ക് സങ്കടം തോന്നിയ സമയമുണ്ട്. ഒരു ചേടിത്തയുടെ കയ്യിൽ 10 തേന് 16 തീയതി. അവിടെ മക്കൾക്കും മരുമക്കൾക്കും സ്വന്തപ്പെട്ടവർക്കും എല്ലാം കൊള്ളാവുന്ന രീതി ദൈവത്തിനെ അടിച്ചു മാറ്റിയവർ ഒറ്റ പത്രം പോലും എടുത്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള അവതാരങ്ങളും ആത്മീയ മേഖലയിലുണ്ട്. അപ്പോൾ ദൈവത്തിന് വേണ്ടി ഇനിയുള്ള കാലങ്ങളിൽ ആത്മാക്കളെ നേടാൻ വേണ്ടി യേശുവിൻ്റെ ഞാനിതെല്ലാം ചെയ്യുന്നത് ഒരു പ്രതികാരം പോലെയാണ്. ഈ മിഷൻ പ്രവർത്തനം, മിഷൻ ഈസ് എ റിവെഞ്ച്. പ്രേക്ഷിത പ്രവർത്തനം ഒരു പ്രതികാരം. എന്തിനാണ്? എൻ്റെ കർത്താവിൻ്റെ രക്തം മണ്ണി വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ അവസാനത്തുള്ളി ചോരക്ക് വരെ ഇത് സാത്താനോടും ലോകത്തോടും പ്രതികാരം ചെയ്യും. യേശുവിനെ അറിയാത്തവർ അറിയിക്കുന്നത് ഇറ്റ്സ് എ റിവെഞ്ച്, മിഷൻ റിവെഞ്ച്. ആത്മാക്കളെ വീണ്ടെടുക്കാൻ വേണ്ടി മാത്രമല്ല, കർത്താവിൻ്റെ രക്തത്തോടുള്ള കൂറും വിശ്വസ്തതയും അഖണ്ഡയും ഐക്യദാർഢ്യവുമാണ് പ്രേക്ഷിത പ്രവർത്തനം. ആ ഒരു ചൂരോടുകൂടി വേണം പത്രം മേടിച്ച് ജനങ്ങൾക്ക് കൊടുക്കാൻ. കർത്താവിനെ അറിയാത്ത അന്യമതസ്ഥർ അറിയട്ടെ. ഇന്ന് കേരളത്തിൽ സംവിധാനമില്ലല്ലോ. അന്യമതസ്ഥരിലേക്ക് കർത്താവിൻ്റെ വചനം എത്തിക്കാൻ വേണ്ടി എന്ത് സംവിധാനമുണ്ട്? ധ്യാനകേന്ദ്രങ്ങളുണ്ടാകുമ്പോൾ വരുന്നവരല്ലേ ഉള്ളൂ അതിൻ്റെ അകത്ത് വരുന്നത്, പുറത്തുള്ളവർക്ക്. അതുകൊണ്ടാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും വഴുനീളെയൊക്കെ ഇത് വിതരണം ചെയ്യാൻ പറഞ്ഞത്. അത് വായിക്കുന്നവർ സാക്ഷ്യം വായിച്ചാൽ മതിയല്ല, ഒരു സാക്ഷ്യം വായിച്ചാൽ മതിയല്ല. ഒരു രാജേശ്വരി എന്ന് പറഞ്ഞൊരു മകൾ ഈ ദിവസങ്ങൾ എന്നെ വന്ന് കാണാൻ. അവരൊരു നായസ്ത്രീയാണ്, ക്രിസ്ത്യാനി ആയതാണ്, അവർക്ക് മഹോദരമാണ്. അവരെന്നെപ്പോലും കാണാൻ പറ്റാതെ വന്ന്, നല്ല ആരോഗ്യം, നല്ല സൗന്ദര്യമുള്ള സ്ത്രീ അവർ. പക്ഷെ അവർ കണ്ട രോഗമാണെന്ന് പറയത്തില്ല. അവർ വന്ന് ഉടമ്പടി ചെയ്തിട്ട് പോയി. ഉടമ്പടിയും കഴിഞ്ഞ് സ്കാൻ ചെയ്യാൻ ചെന്നപ്പോൾ മഹോദരവും ഇല്ല. മാതാപിതാക്കൾ എടുത്ത് മാറ്റി. അതിന് നന്ദി പറയാൻ വേണ്ടി ഇവിടെ കൈവിറക്കലുണ്ടായിരുന്നു. കൈവിറക്കണ രോഗമാണ്. അവിടെ മഹോദരം എടുത്ത് മാറ്റിയിട്ട് നന്ദി പറയാൻ വേണ്ടി ഇവിടെ വന്ന് ചില്ല തൊട്ടപ്പോൾ സ്റ്റക്ക്, കൈയുടെ അസുഖം മാറി. പിന്നെ ഭാര്യയും ഭർത്താവും കൂടി പത്തനംതിട്ട എന്ന് പിന്നെ നന്ദി പറയാൻ വേണ്ടി എന്നെ കാണാം. അപ്പോഴെനിക്ക് മനസ്സിലായി, സഭ ഇത് ഏറ്റെടുക്കാൻ വേണ്ടി അമ്മ ഇനിയും അടയാളങ്ങൾ കാണിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന്. അപ്പം അങ്ങനെ ഒരു ധ്യാന കേന്ദ്രത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറയണത്, ഈ വസിക്കുന്ന അമ്മയുടെ പുകഴ്ചയും മഹത്വവും അതിൻ്റെ ശക്തിയും അന്യമതസ്ഥരറിയണം. അതിനാണ് ഈ പത്രം മേടിച്ച് കൊടുക്കാൻ പറയണത്. ഞങ്ങൾക്ക് പറയാനുള്ള പറയുമ്പോൾ ഞങ്ങൾ ഫ്രീ ആയി. നിങ്ങൾ കേൾക്കുമ്പോൾ കേൾക്കാനനുസരിച്ച് നേർച്ചയായിട്ടത് ചെയ്ത് മാറ്റാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പത്രം കൊടുത്തുകൊണ്ടിരിക്കുക. അത് ഉടമ്പടിയുടെ ഭാഗമാണ്. മരിയൻ തപസ് ഇന്ന് തുടങ്ങുകയാണ്.